ദ ഡോട്ട് എന്നൊരു മനോഹരമായ ഒരു സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ സമ്മറൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം, കുറേ സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1, 2, 3, 4 എന്ന ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്വന്തം കഴിവിൽ വിശ്വസിക്കാതിരുന്നൊരു കുട്ടി പിന്നെ എങ്ങനെയാണ് അവളുടെ കഴിവ് തിരിച്ചറിയുകയും അതിൽ വിശ്വസിച്ച് വരികയും ചെയ്തതെന്നാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. The art class was over, but Vashti sat glued to her chair. Her paper was blank. അപ്പോൾ ഇവിടെ നമുക്കൊരു ആർട്ട് ക്ലാസ് കാണാൻ പറ്റും. അവിടെ വഷ്തി എന്നൊരു കുട്ടിയുണ്ട്. അവൾ അവളുടെ സീറ്റിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ട്. അവളിങ്ങനെ ഇരിക്കുകയാണ്. കാര്യം അവളുടെ പേപ്പർ ബ്ലാങ്ക് ആയിരുന്നു. കാരണം അവളുടെ കഴിവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അവളൊന്നും അവിടെ നിന്നും വരച്ചിട്ടില്ലായിരുന്നു. Vashti's teacher leaned over the blank paper. "Oh, a polar bear in a snowstorm," she said. "Very funny, I just can't draw," said Vashti. അപ്പോൾ ടീച്ചർ വരികയാണ് ചെയ്യുന്നത്. ടീച്ചർ വന്ന് അവളുടെ ബ്ലാങ്ക് പേപ്പർ നോക്കിയിട്ട് പറയാണ്, ഒരു പോളർ ബിയർ ഒരു സ്നോയിൽ നിൽക്കുന്നല്ലോ എന്നിങ്ങനെ ഒരു ഫണ്ണി രൂപത്തിൽ പറയാണ്. കാരണം അവളൊന്നും വരച്ചിട്ടില്ല, ഫുൾ വൈറ്റ് കളർ ബ്ലാങ്ക് പേപ്പറാണ്. നല്ല ഫണ്ണിയാണെന്നും പറഞ്ഞിട്ട് അവൾ പറയാണ്, എനിക്കൊന്നും വരയ്ക്കാൻ കഴിയുന്നില്ല എന്ന് അവൾ പറയാണ് ടീച്ചറോട്. ഹർ ടീച്ചർ സ്മൈൽ, ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. അപ്പോൾ അവളുടെ ടീച്ചർ ഒന്ന് ജസ്റ്റ് ചിരിച്ചു. എന്നിട്ട് പറയാണ്, ജസ്റ്റ് ഒരു മാർക്കെങ്കിലൂടെ എന്ന് മിസ് അവളോട് പറയാണ് ചെയ്യുന്നത്. വഷ്തി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ് ദർ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവൾ ജസ്റ്റ് ഒരു മാർക്ക് ഇടാൻ വേണ്ടി പോവുകയാണ് പേപ്പറിൽ. ഹർ ടീച്ചർ പിക്ക് അപ്പ് ദ പേപ്പർ ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി. ഷീ പുഷ് ദ പേപ്പർ ടുവാർഡ്സ് വഷ്തി ആൻഡ് ക്വറ്റ്ലി സെഡ്, നൗ സൈൻ ഇറ്റ്. അപ്പോൾ ടീച്ചർ അവൾ മാർക്കിട്ടതൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പറയാണ്, അതിൽ സൈൻ ചെയ്യാൻ വേണ്ടി അവളോട് ആവശ്യപ്പെട്ടു. വഷ്തി തോട്ട് ഫോർ എ മൊമെൻറ്റ്, വെൽ മേ ബി ഐ ക്യാൻ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം എന്നവൾ പറയാണ്. അപ്പോൾ അവൾ ആകെ ഒരു വണ്ടറടിച്ച് നിൽക്കുകയാണ്. കാരണം ജസ്റ്റ് ഒരു മാർക്കോ ഡോട്ടോ അങ്ങനെയാണ് അവൾ ഇട്ടുകൊടുത്തത്. അപ്പോൾ മിസ് അത് കണ്ട് അവളോട് സൈനൊക്കെ ചെയ്യാൻ പറയാണ്. അപ്പോൾ അവൾ പറയാണ്, എനിക്ക് വരക്കാനൊന്നും കഴിക്കില്ലെങ്കിൽ എനിക്ക് സൈൻ ചെയ്യാനൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ പറയുന്നു. സോ ദ നെക്സ്റ്റ് പാർട്ട് നോക്കാം. The next week, Vashti walked into the art class. She was surprised to see what was hanging above her teacher's desk. It was the little dot she that drawn her dot, all framed in swingly gold. അപ്പോൾ അവൾ നെക്സ്റ്റ് വീക്ക് ഈ ഒരു ആർട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോൾ വണ്ടറടിച്ച് പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഡോട്ട് ഇട്ട് വെച്ച ആ ഒരു പേപ്പർ മിസ്സെടുത്ത് ഫ്രെയിം ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് മിസ്സിൻ്റെ ഡെസ്കിൻ്റെ മുകളിലായിട്ട് ഹാങ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മിസ്സിരിക്കുന്ന ആ ഒരു ഡെസ്കിൻ്റെ സൈഡിലുള്ള ചുവരിൽ ഇത് നന്നായിട്ട് നല്ല ഗോൾഡ് ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഫ്രെയിമിൽ നന്നായിട്ട് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. ഷീ ഓപ്പൺ ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. അപ്പോൾ അവളത് കണ്ടപ്പോൾ പറയാണ്, എനിക്കിതിലും ബെറ്ററായിട്ട് ചിലപ്പം ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊരു കോൺഫിഡൻസ് കയറി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അവളുടെ കളർ ബോക്സൊക്കെ തുറന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. സോ ദ നെക്സ്റ്റ് പാർട്ട് നോക്കാം. വഷ്തി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ് എ റെഡ് ഡോട്ട്, എ പർപ്പിൾ ഡോട്ട്, എ യെല്ലോ ഡോട്ട്, എ ബ്ലൂ ഡോട്ട്. The blue mixed with the yellow. She discovered that she could make a green dot. Vashti keep experimenting with lots of little dots with many colors. അങ്ങനെ വഷ്തി അതിന് ശേഷം ആ ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം അതിൽ നന്നായിട്ട് അവൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവൾ വിചാരിച്ചുകൊണ്ട് പർപ്പിൾ കളറും റെഡ് കളറും യെല്ലോ കളറുമായിട്ടുള്ള ഓരോരോ ഡോട്ടുകൾ അവൾ ഇടാണ്. അതുപോലെ തന്നെ അവൾ യെല്ലോവും ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തൊരു ഗ്രീൻ കളറ് ഡിസ്കവറൊക്കെ ചെയ്ത് ഡോട്ടൊക്കെ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൾ പല കളർ കൊണ്ട് അവിടെ ഡോട്ട്സ് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല പല ഡോട്ടുകൾ ഡിസ്കവർ ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. If I can make a little dot, I can make a big dot too. Vashti splashed her colors with a bigger brush on a bigger paper to make bigger dot. Vashti even made a dot by not painting a dot. അപ്പോൾ അവൾ പറയാണ്, എനിക്ക് ചെറിയ ഡോട്ട്സൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ എനിക്ക് വലുത് ഇടാൻ പറ്റുമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ചെറിയ ബ്രഷ് മാറ്റി വലിയ ബ്രഷൊക്കെ എടുത്ത് ഡോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. At the school art show a few weeks later, Vashti's dot made a quite a splash. അപ്പോൾ അങ്ങനെ സ്കൂൾ ആർട്ട് ഷോ വന്നു.
അങ്ങനെ വഷ്തീൻ്റെ ഡോട്ടായിരുന്നു അവിടെ നല്ല സ്പ്ലാഷായിട്ട് നല്ല ക്വൈറ്റ് സ്പ്ലാഷായിട്ട് അവിടെ കിടന്നത് എന്നാണ് പറയുന്നത്. വഷ്തി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹർ. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ, he said. I bet you can, said Vashti. Me? No, not. I can't even draw a straight line with a ruler. അപ്പോൾ അങ്ങനെ ആർട്സ് ഡേ നടന്നതിന് ശേഷം വഷ്തിയുടെ ആ ഒരു പെയിൻറ്റിങ് നല്ല നോട്ടീസ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു ലിറ്റിൽ ബോയ് വന്നിട്ട് പറയാണ് അവളോട്, നിങ്ങളൊരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്, എനിക്ക് നിങ്ങളെപ്പോലെ വരക്കണം എന്നുണ്ട്. അവൻ പറയുമ്പോൾ അവൾ പറഞ്ഞു, നിനക്കത് വരക്കാൻ കഴിയുമെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവൻ പറയാണ്, എനിക്ക് പറ്റില്ല, എനിക്ക് റൂളർ യൂസ് ചെയ്തുകൊണ്ടും ഒരു ലൈൻ പോലും ഇടാൻ അറിയാത്ത ഞാനിങ്ങനെ വരയ്ക്കാമെന്നൊക്കെ അവൻ പറയാണ്. അപ്പോൾ ഇതേപോലെ ആയിരുന്നു വഷ്തി ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടായിരുന്നത്. അവളുടെ ആ ഒരു ആർട്ടിസ്റ്റിക് മൈൻഡിൽ അവൾ വലിയ നോട്ടീസ്റ്റും അതുപോലെ തന്നെ അവൾ വലിയ കെയർ അബൌട്ട് ആയിട്ടുണ്ടായിരുന്നില്ല അതിലൊന്നും. പിന്നീടാണ് അവൾ അതിനെ ശ്രദ്ധിച്ച് അവൾ മെയിൻറ്റെയിൻ ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത് അതിനെ വെൽ ഡെവലപ്പാക്കി കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അവനോടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയുകയാണ്. പക്ഷേ അവൻ അതിൽ കോൺഫിഡൻ്റ് ആയിരുന്നില്ല, ഇവൾ ആദ്യം ഉള്ളതുപോലെ. Vashti smiled. She handed the boy a blank sheet of paper. Show me. The boy's pencil shook as he drew his line. അപ്പം അവളുടെ ടീച്ചർ ആദ്യം അവളോട് ചിരിച്ചതുപോലെ അവളും ചിരിച്ചിട്ട് ആ കുട്ടിക്കൊരു ബ്ലാങ്ക് പേപ്പർ കൊടുത്തിട്ട് അവനോട് വരക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ അത് വരക്കുമ്പോൾ അവൻ്റെ കൈ ഇടർന്നൊക്കെ ഉണ്ടായിരുന്നു. Vashti stared at the boy's squiggle and then she said, sign it. അപ്പം അവളോട് ആദ്യം അവളോട് ഒരു ഡോട്ടോ എന്തെങ്കിലും വരക്കാൻ പറഞ്ഞ മാതിരി വരപ്പിച്ചിട്ട് അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചതുപോലെ ഇവളും ആ ഒരു കുട്ടിയോട് അതേപോലെ സൈൻ ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം ഇതേപോലെ അവനും അവൻ്റെ കഴിവിൽ കുറച്ച് കഴിയുമ്പം വിശ്വസിക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് സ്വന്തം കഴിവിൽ നമ്മൾ വിശ്വസിച്ച് എക്സ്പെരിമെൻറ്റുകൾ ചെയ്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് വന്നാൽ നമുക്ക് നമ്മുടെ സക്സസ്സിലെത്താൻ പറ്റുമെന്നാണ്.